ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യോഹന്നാൻ 18-ന്റെ 3-4 വാക്യങ്ങൾ. അങ്ങനെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ലോകത്തെ മുഴുവൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് പ്രാർത്ഥനയുടെ മധ്യേ ബന്ധിക്കപ്പെടുന്നു എന്നതാണ് ഈ വേദഭാഗത്ത് നിന്ന് നമ്മൾ അറിയുന്നത്. കർത്താവിനെ തൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് അറസ്റ്റ് ചെയ്യാൻ വന്ന സംഘത്തിൻ്റെ വിവരണമാണ് ഇവിടെ കണ്ടത്. കർത്താവിനെ ബന്ധിക്കാൻ വന്ന പടയുടെ വിവരണങ്ങൾ നമ്മളെ ഒരുപക്ഷെങ്കിൽ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. യോഹന്നാന്റെ അഭിപ്രായത്തിൽ കർത്താവിനെ ബന്ധിക്കാൻ വന്ന സംഘത്തിൽ പട്ടാളക്കാരും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരുമുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകർ യഹൂദ ദേവാലയ സുരക്ഷാ ഭടന്മാരായിരുന്നു. റോമൻ പടയാളികളുടെ ഒരു സംഘത്തിൽ 200 മുതൽ 1000 വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് പെസഹ കാലമാകയാൽ രാത്രിയിലെ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം ഒരു പകൽ വെളിച്ചം പോലെ പ്രതിഫലിച്ചിരുന്നു. എന്നിട്ടും അവരുടെ കൈകളിൽ പന്തങ്ങളും ദീപങ്ങളും കരുതി. ഒരിക്കലും വെളിച്ചം വീഴാത്ത അന്ധകാര നിബിഡമായ ഗുഹകളിലോ ഗർത്തങ്ങളിലോ ചരുംപ്രദേശങ്ങളിലോ കർത്താവ് മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പക്ഷെങ്കിൽ അവർ കരുതിയിട്ടുണ്ടാവും. പടയാളികളുടെ വർദ്ധിതമായ സംഖ്യയും അവർ കരുതിയ സുരക്ഷാ സാമഗ്രികളുടെ വിവരണങ്ങളും അധികാരികളും പടയാളികളും കർത്താവിൻ്റെ ശക്തിയെ എത്രമാത്രം ഭയപ്പെട്ടു എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കർത്താവ് ഏകനായി, നിരായുധനായി, ധൈര്യത്തോടെ ആയുധമേന്തിയ 100 കണക്കിന് പടയാളികളെ കൃപയോടെ അഭിസംബോധന ചെയ്യുന്നു എന്ന് യോഹന്നാൻ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഈ ധൈര്യം ലോകത്തിന് സംവേദനം ചെയ്യുന്ന സന്ദേശം ജീവിതത്തിൻ്റെ യഥാർത്ഥ സുരക്ഷിതത്വം മനുഷ്യനിർമ്മിതമായ യുദ്ധക്കോപ്പുകളിലല്ല, പിന്നെയോ പിതാവിൻ്റെ വീണ്ടെടുക്കുന്ന കരങ്ങളിൽ മാത്രമാണ്. കർത്താവിന് ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളുടെയും ഇടയിലും നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ എന്ന് സ്വയം പറയാനുള്ള ആന്തരികമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്, ഗത്സമന പൂന്തോട്ടത്തിൽ നിന്നും വെളിയിൽ വന്ന കർത്താവ് തന്നെ ബന്ധിക്കാൻ വന്ന പടയാളികളോട് പറഞ്ഞു, അത് ഞാൻ തന്നെ. അത് ഞാൻ തന്നെ എന്ന കർത്താവിൻ്റെ പ്രയോഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ൽ ദൈവം മോശയ്ക്ക് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന സ്വയ വെളിപ്പെടുത്തലിന് സമാന്തരമാണ്. അത് ഞാൻ തന്നെ എന്ന കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തിയെ യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ ശക്തിയും ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ റോമൻ പടയാളികളും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരും പിൻവാങ്ങി നിലത്ത് വീണു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വിരാമമിടുവാനുള്ള ശത്രുക്കളുടെ ശ്രമങ്ങളുടെ ഇടയിൽ ഒരു അതിരുവിട്ട കാപട്യ രാഷ്ട്രീയം വ്യക്തമാണ്. വിശുദ്ധനായ കർത്താവിനെ നശിപ്പിക്കാൻ ബദ്ധശത്രുക്കളായ യഹൂദ മതഘടനയുടെയും റോമൻ ഗവൺമെന്റിന്റെയും അവിശുദ്ധമായ കൂട്ടുകെട്ട് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ വേദഭാഗം ലോകത്തിന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് അധപ്പതിച്ച ഘടനകളുടെ സംഘടിത ശ്രമങ്ങൾ വിശുദ്ധനായ ദൈവത്തിന് മുൻപാകെ നിലനിൽക്കുകയില്ല എന്ന യാഥാർത്ഥ്യമാണ്.
മൂന്നാമത്, തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്, നിലത്ത് വീണ പടയാളികളോട് കർത്താവ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് കർത്താവ് കൂട്ടിച്ചേർക്കുന്നു. കഠിനമായ വ്യഥയുടെ അനുഭവങ്ങളുടെ മധ്യത്തിൽ വിശ്വാസ വഞ്ചനകളുടെയും പരിത്യജിക്കപ്പെടലിന്റെയും മാനഹാനിയുടെയും ക്രൂരതയുടെയും നടുവിലും തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് ഉത്കണ്ഠിതനായിരുന്നു എന്ന വിചാരം ഒരു വിമോചനാത്മകമായ ചിന്തയാണ്. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഡിട്രിച്ച് ബോൺഹോഫർ കർത്താവിനെ വിശേഷിപ്പിച്ചത് അപരരുടെ മനുഷ്യൻ, മാൻ ഫോർ അതേഴ്സ് എന്നാണ്. സ്വയം അപായത്തിൽപ്പെട്ട് കിടക്കുമ്പോഴും തൻ്റെ അനുയായികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന യേശു ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയനാണ്. നമ്മുടെ കർത്താവിൻ്റെ വിശാലമായ വീക്ഷണങ്ങളുടെയും സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ മാറ്റുരയ്ക്കേണ്ടതും ആവശ്യമാണ്. കർത്താവിൻ്റെ രക്ഷാചരിത്രത്തിൻ്റെ സാക്ഷികളായി വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുശരീരമായ സഭ വിളികളുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും ഉദ്ദേശം മറന്ന് സ്വാർത്ഥ താല്പര്യങ്ങളും സംഘടനാ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഇന്നത്തെ ഒരു നേർക്കാഴ്ചയാണ്. ഈ വേദഭാഗം സഭയുടെ ദർശനങ്ങളും ശുശ്രൂഷ രീതികളും നമ്മുടെ വ്യക്തിപരമായ കർത്താവിനോടുള്ള ബന്ധവും സാക്ഷ്യവുമൊക്കെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വെല്ലുവിളിക്കുന്ന വേദഭാഗമാണ്. അപ്പോൾ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ബാഹ്യമായ സമ്മർദ്ദങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിനുണ്ടായിരുന്ന ആന്തരിക സ്വാതന്ത്ര്യം ഇന്ന് നമുക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കൃപയുടെ കൂടാരമായ സഭ, നമ്മൾ ആ സഭയുടെ അംഗങ്ങളും, അതായത് കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരും ആയിരിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തന്ന സഹനതയുടെ മാതൃക നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. അത് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ അടയാളമായി ലോകത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളുടെയും ഇടയിൽ അവിടുന്ന് അനുഭവിച്ച ആന്തരികമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കും നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിമോചിതരാകാനും അതിവിശുദ്ധനായ ക്രിസ്തു എന്ന തലയോളം വളരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വയത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് അപരോന്മുഖമായും വചനോന്മുഖമായും ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യം നിലനിർത്താൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലും കരുണയിലും പുതിയ വർഷം വഴി നടത്തണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം ഏവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.